Yes, good morning. Good morning, sir. Yes, Megha, good morning. Good morning, sir. Yes, Aradhi, good morning. അപ്പൊ അടുത്ത വെള്ളിയാഴ്ച നിങ്ങളുടെ ക്ലാസ് അവസാനിക്കുകയാണ് അല്ലേ? ആരംഭിച്ചാലോ നമുക്ക്? ഓക്കെ, മേക്കപ്പ് റെഡി. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം, പഴയതിൽ 2 എക്സസൈസ് ചെയ്യാം. അപ്പോഴേക്കും ആരെങ്കിലും വരുമെന്ന് നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. പ്രസന്റ് കണ്ടിന്യൂസിന്റെ പാസീവ് വോയിസിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അതെങ്ങനെ എഴുതാമെന്നുള്ളത്. സന്ധ്യയൊക്കെ വരുന്നുള്ളൂ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് ഓക്കെ, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. Yes. He said. He said. 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 ഇനി ഇൻവെർട്ടഡ് കോമയിൽ എഴുതുക. What a delightful, DELIGHTFUL, delightful performance, PERFORMANCE, performance. What a delightful performance. Okay, ഞാനൊന്നുകൂടി പറയാം. The teacher, he said, what a delightful performance. അവൻ പറയുകയാണ് എന്തൊരു മനോഹരമായ പെർഫോമൻസ്. അപ്പോ വാട്ട് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്തൊരു. അപ്പൊ അതൊരു ആശ്ചര്യചിഹ്നത്തോടുകൂടി പറയുന്നതാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ആ വാട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറയാം ഈ ആശ്ചര്യചിഹ്നം ഒരു എക്സ്ക്ലെയിംഡ്, ആശ്ചര്യത്തോടു കൂടി പറഞ്ഞു. ഓക്കെ, ബാക്കി എഴുതിക്കും. ഈ എക്സ്ക്ലെയിംഡ് he exclaimed that, ബാക്കി എഴുതുക. അപ്പൊ ഇവിടെ നോക്കിയേ, വാട്ട് എ ഡിലൈറ്റ്ഫുൾ പെർഫോമൻസ് ഇറ്റ് ഈസ്. അതാണ് ശരിക്കും അതിന്റെ മുഴുവൻ വാചകം. ആ ഇറ്റ് ഈസ് എന്നുള്ളതാണ് കൊടുത്തിട്ടില്ല, അത് അണ്ടർസ്റ്റുഡ് ആണെന്ന് വിചാരിക്കുക. അപ്പൊ അത് മനസ്സിൽ വിചാരിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്.
What a delightful performance it is. എന്ന് മനസ്സിൽ വിചാരിക്കും. ഓക്കെ. ഓക്കെ, അപ്പൊ നമുക്ക് അതിന് നോക്കാം. ഈസ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അത് എന്തായിട്ട് മാറും എന്ന് പറഞ്ഞ പ്രസന്റ് കണ്ടിന്യൂസ് പാസ്റ്റ് കണ്ടിന്യൂസ് മാറും എന്ന് പറഞ്ഞു. ഈസ് ആം ആറ് ഇത് ഒന്നുകിൽ വാസാവും അല്ലെങ്കിൽ എന്താവും വേറെ ആവും. വാസ് അല്ലെങ്കിൽ വേറെ ആവും. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഓക്കെ, ആരതി കറക്റ്റ് ആണ്. ഈ എക്സ്ക്ലൈംഡ് ദാറ്റ് ഇറ്റ് വാസ് എ ഡിലൈറ്റ്ഫുൾ പെർഫോമൻസ്. വെരി ഗുഡ് ആരതി. He exclaimed that it was a delightful performance. He exclaimed that it was a delightful performance. Okay, Sandhya, correct ആണ്. ഓക്കെ, അടുത്തത് നിങ്ങളുടെ ഒരു ചിന്തകൾക്ക് വേണ്ടിയിട്ട് ഞാൻ പറയുന്നു. നിങ്ങൾ എങ്ങനെ എഴുതുമെന്നറിയാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ കോമയിൽ എഴുതാം. ഇവിടെ കോമ സ്റ്റാർട്ട്. വെൽക്കം, WELCOME, വെൽക്കം. ഇവിടെ കോമ ക്ലോസ് ചെയ്യുക, അത്രേ ഉള്ളൂ. വെൽക്കം. അത് കഴിഞ്ഞ് ബാക്കി ഷീ സെറ്റ്. ഷീ സെറ്റ്, SAID. വെൽക്കം, ഇപ്പുറത്ത് ഷീ സെറ്റ്, അത്രേ ഉള്ളൂ. ഓക്കെ 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 ആരതി. വെൽക്കം, വെൽക്കം എന്നുള്ളതിന് ഇവിടെ കോമന്റ്. വെൽക്കം, വെൽക്കം എന്നുള്ളത് ഇവിടെ കോമഡ് അകത്തുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഷീ സെറ്റ്. ഷീ സെറ്റ്, SAID, സെറ്റ്. ഓക്കെ, അത്രേ ഉള്ളൂ. സ്വാഗതം, അവള് പറഞ്ഞു. നിങ്ങളുടെ ഒരു ചിന്തകൾക്ക് വിട്ടുതരണം. നിങ്ങളുടെ ഭാവനക്കനുസരിച്ച് ഇവിടെ എന്ത് വരും എന്നൊന്ന് ആലോചിക്കും. വെൽക്കം, സ്വാഗതം, ഷീ സെറ്റ്. വെൽക്കം. ഓക്കെ, ശരി. ഗുഡ് മോർണിംഗ്. ആരതി പറയാമോ? ആരതി, സന്ധ്യ ഷിബു. He said that welcome. He said that welcome അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ.
ആ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്, കുഴപ്പമില്ല. ഇനി വേറെ ആരെങ്കിലും? മേഘാബിനി എന്തെഴുതി? ഞാനത് തന്നെയാണ് എഴുതിയത്. ഓക്കെ ഓക്കെ She said that welcome. വെൽക്കം. നമുക്കിവിടെ നോക്കാം. ഈ വെൽക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രസന്റ് ടെൻസ് അല്ലേ? വെൽക്കം പ്രസന്റ് ടെൻസ്. ആ പറയൂ. Sir, she ആദ്യം പറഞ്ഞു. told that ആ welcome. ഷീ ടോൾഡ് ദാറ്റ് വെൽക്കം. ഓക്കെ 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 ഞാൻ ഓരോരുത്തരും നിങ്ങളൊക്കെ ചിന്തിക്കുന്നു അറിയാൻ വേണ്ടി ഞാൻ മിണ്ടാതിരുന്നത്. ഓക്കെ, അതൊക്കെ നമുക്ക് അതിനെക്കാളൊക്കെ വളരെ ലഘുവായിട്ട് നമുക്ക് എഴുതാം. ഓക്കെ, വെൽക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസന്റ് ടെൻസ് ആണ്. പ്രസന്റ് ടെൻസ് വെൽക്കം, വെൽക്കംഡ്, അതാണ് വെൽക്കംഡ്. പാസ്റ്റ് ടെൻസ്, പാസ്റ്റ് പാർട്ടിസിപ്പിളും അത് തന്നെയാണ്. ഓക്കെ, അപ്പൊ അത് പ്രസന്റ് ടെൻസ് ആണ്. അപ്പൊ അവള് പറയുമ്പോൾ അവൾ തന്നെ വേറെ ആളാണ്. അവള് പറയുമ്പോൾ അത് അതിൻ്റെ അത് വെൽക്കം യു എന്നുണ്ട്, നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ആ യു എന്നുള്ളത് പറയുന്നില്ല, കാരണം അത് നേരിട്ട് അയാളെ മുഖത്ത് നോക്കിയിട്ടല്ല പറയണേ. അപ്പൊ പിന്നെ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു എന്ന് പറയണ്ട, സ്വാഗതം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ മതി. അപ്പൊ അവിടെ ആ യു എന്നുള്ളത് അവിടെ അണ്ടർസ്റ്റുഡ് ആണെന്ന് വിചാരിക്കുക. ആരെങ്കിലും അങ്ങനെ ചിന്തിക്കണമെങ്കിൽ ചിന്തിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മിണ്ടായിരുന്നത്. അപ്പൊ വെൽക്കം യു, നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. അപ്പൊ നമുക്കെന്ത് പറയാം? ഷീ വെൽക്കം എന്നുള്ളതിന്റെ പാസ്റ്റൻസ് ഉപയോഗിച്ച് സെറ്റ് നമുക്ക് ഒഴിവാക്കിയിട്ട് വെൽക്കം എന്നുള്ളതിന്റെ പാസ്റ്റൻസ് സിമ്പിൾ പ്രസന്റ് അല്ലേ? വെൽക്കം സിമ്പിൾ പ്രസന്റ് ആകുമ്പോൾ സിമ്പിൾ പാസ്റ്റിലേക്ക് മാറ്റണമെന്നല്ല നമ്മൾ പറയുന്നത്. വെൽക്കം എന്നുള്ളതിന് എന്താണ്? വെൽക്കംഡ്. അപ്പൊ യു എന്ന് പറയുമ്പോൾ ഒരാളാണെങ്കിൽ നമുക്കവിടെ മീ എന്ന് എഴുതാം, ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ അസ് എന്ന് എഴുതാം. അപ്പൊ മീ എന്ന് എഴുതിയാലും അസ് എന്ന് എഴുതിയാലും കറക്റ്റ് ആണ്. അപ്പൊ എന്റെ ആൻസർ എന്ത് വരും? ഷീ വെൽക്കംഡ് മീ, അല്ലെങ്കിൽ ഷീ വെൽക്കംഡ് അസ്. അടുത്തത് ഇതുപോലെ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യാം. ഇവിടെ കോമന്റ് കൺഗ്രാജുലേഷൻസ്. കൺഗ്രാജുലേഷൻസ്, അതിന് ഇവിടെ കോമന്റ് കൺഗ്രാജുലേഷൻസ്. She said. She said. നേരത്തെ ഇതുപോലെ ശ്രദ്ധിച്ചേ, കൺഗ്രാജുലേഷൻസ് എന്നുള്ള ഇൻവെർട്ടഡ് കോമന്റ് ആണ്. അഭിനന്ദനങ്ങൾ. She said. ഓക്കെ പ്രിയ, വെരി ഗുഡ്. ഓക്കെ സന്ധ്യ, അസ് എന്നുള്ള മാറ്റി മീ എന്ന് പറഞ്ഞാല് കറക്റ്റ് ആണ്. ME മീ. ഓക്കെ ആരതി, കറക്റ്റ് ആണ്. ഓക്കെ മേഘ, കറക്റ്റ് ആണ്. യെസ്. ഇനി അടുത്തും ഇതേപോലെ ഞാൻ നിങ്ങൾക്ക് തരാം, ഒന്ന് ആലോചിച്ച് നോക്കുക. ഇൻവെർട്ടഡ് കോമയിൽ എഴുതുക ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. ഇൻവെർട്ടഡ് കോമ ക്ലോസ് ചെയ്യുക. ഹാപ്പി ക്രിസ്മസ്, ഇൻവെർട്ടഡ് കോമ ക്ലോസ് ചെയ്യുക. ഇൻവെർട്ടഡ് കോമയുടെ പുറത്ത് ഐ സെറ്റ്. ഐ സെറ്റ് ഞാൻ പറയുന്നു. ഇതിന് മുമ്പൊക്കെ ഐ വരാറില്ല, വേറെ വല്ലതാണ് വരാറ്. ഇവിടെ ഐ സെറ്റ് ഞാൻ പറയുകയാണ്.
എന്താ ഞാൻ പറയുന്നത്? ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ് ഞാൻ പറഞ്ഞു. യെസ്. സാർ ആ ഇപ്പൊ എടുത്തോണ്ടിരിക്കുന്ന ടോപ്പിക് ഒന്ന് പറയോ? ഞാൻ ഈ ക്ലാസ്സിൽ കേറാൻ ലേറ്റ് ആയി പോയി. ഓക്കെ. ഇതിപ്പോ നമ്മള് ആളുകൾ ഇല്ലാതിരുന്നതുകൊണ്ട് ഞങ്ങള് പഴയതിന്റെ ഒരു ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ അങ്ങനെ കടന്നിട്ടില്ല. പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്ന ടെൻസിന്റെ റിപ്പോർട്ട് സ്പീച്ചാണ് നമ്മൾ എടുത്തുകൊണ്ടിരുന്നത്. അപ്പൊ നമ്മൾ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ കുറച്ച് പേരുണ്ടായിരുന്നതുകൊണ്ട് രണ്ടു മൂന്നാല് നമുക്ക് ഇങ്ങനെ ഒരു വിവാദപരമായിട്ടുള്ളത് ചെയ്യാം എന്ന് പറഞ്ഞിങ്ങനെ എടുത്തിട്ടതാണ് പ്രസന്റ് കണ്ടിന്യൂസിന്റെ റിപ്പോർട്ട് സ്പീച്ച്. ഇത് പ്രസന്റ് കണ്ടിന്യൂസ് അല്ല, ഇത് ആളുകൾ ഇല്ലാതിരുന്നതുകൊണ്ട് ഞാൻ ഇതൊക്കെ എങ്ങനെ ചെയ്യേണ്ടതെന്ന് ഒരു ടിപ്പായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ ചെയ്യേണ്ടതെന്ന് പറയാൻ വേണ്ടിയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. അപ്പൊ നോക്കി, ഹാപ്പി ക്രിസ്മസ് നിങ്ങളുടെ ഭാവനയല്ലേ? അപ്പൊ അതൊരു വിഷിംഗ് ആണ് അല്ലേ? അപ്പൊ ആ വാക്ക് നമുക്ക് അവിടെ വരണം. ഒരു ആശംസ പറയല്ലേ? ആശംസ പറയുന്നതിന് നമ്മളെപ്പോഴും എന്താ പറയാ? വിഷ് എന്നല്ല പറയാം. അത് ഞാൻ നിങ്ങളുടെ എഴുതുന്ന ഓർമ്മയിലേക്ക് ഇട്ട് തന്ന ഒരു സാധനമാണ്. വിഷ് എന്ന് പറഞ്ഞ വേർഡാണ് വരുന്നത്. ഓക്കെ. ബാക്കി ഞാൻ പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം ഈ ഞാൻ ചെന്ന് വേറൊരാളോട് പറയുന്നു. യെസ്. അപ്പൊ എങ്ങനെ വരുമെന്ന് ചിന്തിച്ചാൽ മതി. യെസ്. അപ്പൊ ഇവിടെ നമുക്ക് നോക്കാം. ഇവിടെ ആരതി എന്തെഴുതി? ആരതി ഹി വിഷ്ണല്ല, ഐ ആയിരുന്നു അവിടെ. ഐ വിഷ്ണു എന്നായിരുന്നു. സർ ഐ വിഷ്ഡ് ഹാപ്പി ക്രിസ്മസ് അത്രയാണുള്ളത്. ഐ വിഷ്ഡ് ഹാപ്പി ക്രിസ്മസ് അത്ര. ഐ വിഷ്ഡ് ഹാപ്പി ക്രിസ്മസ് ഒരു വാക്ക് വേണമെങ്കിൽ അവിടെ ചേർക്കാമായിരുന്നു. ദെന്നാണോ ക്രിസ്മസ്? അല്ല അല്ല അല്ല. അതായത് ഐ വിഷ് ടു മീ എന്ന് പറയുമ്പോൾ ഞാൻ എന്നോട് തന്നെ പറഞ്ഞു നേരിട്ടില്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. നിങ്ങളുടെ ചിന്തകൾ കുഴപ്പമില്ല. വെരി ഗുഡ്. നോക്കിയേ, ഹാപ്പി ക്രിസ്മസ് അത് ഒന്നിലേക്ക് ഞാൻ പറയുന്നത് ഒരു പെൺകുട്ടിയോടായിരിക്കും അല്ലെങ്കിൽ ഒരു ആൺകുട്ടിയോടായിരിക്കും. അപ്പൊ അത് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുക. ഹാപ്പി ക്രിസ്മസ് ടു യു. നിങ്ങൾക്ക് അത് ഒന്നിനൊരു പെൺകുട്ടിയായിരിക്കും അല്ലെങ്കിൽ ആൺകുട്ടിയായിരിക്കും. അപ്പൊ നമ്മളൊരു ആൺകുട്ടിയാണ് നമ്മൾ സങ്കല്പിച്ചാൽ. അപ്പോ ഞാൻ പറയുകയാണ്, എന്ത് പറയുകയാണ്? ഞാൻ പറയുന്നത് രാമനോടാണ് ഹാപ്പി ക്രിസ്മസ്. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ വേറൊരാളോട് പറയുമ്പോൾ എന്ത് പറയും? ഞാൻ രാമനെ ഹാപ്പി ക്രിസ്മസ് എന്ന് പറഞ്ഞ് വിഷ് ചെയ്യുന്നു അല്ലെ? ഐ വിഷ്ഡ് ഹാപ്പി ക്രിസ്മസ് ടു രാമ. അപ്പൊ അവിടെ ആ രാമ എന്നുള്ള പേര് മാറ്റാണ്. ഒരാണാണെങ്കിൽ നമ്മൾ എന്ത് പറയും? ഐ വിഷ്ഡ് ഹിം ഹാപ്പി ക്രിസ്മസ്, അല്ലെങ്കിൽ ഐ വിഷ്ഡ് ഹർ ഹാപ്പി ക്രിസ്മസ്. ഓക്കെ. ഐ വിഷ്ഡ് ഹിം അല്ലെങ്കിൽ ഐ വിഷ്ഡ് ഹർ ഹാപ്പി ക്രിസ്മസ്. ഓക്കെ ഓക്കെ ഓക്കെ. ഇതൊക്കെ ചുമ്മാ പറഞ്ഞ ഒരു ടിപ്പായിട്ട് പറഞ്ഞതാണ്. ഇതൊന്ന് നമ്മള് എന്താ പറയാ, എല്ലാവരും വരാൻ വേണ്ടിയിട്ടുള്ള ഗ്യാപ്പിൽ പറഞ്ഞതാണ്. നിങ്ങൾ എങ്ങനെ ആലോചിച്ച് കണ്ടുപിടിക്കുന്നു എന്ന് അറിയാൻ വേണ്ടി ഒരെണ്ണം കൂടി തരാം. അത് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഇൻവിട്ട കോമൻ എഴുതുക. ഗുഡ് ബൈ, GOODBYE, ഗുഡ് ബൈ, കോമ, രാം, RAM, ആർ ക്യാപിറ്റൽ രാം. ഇൻവിട്ട കോമ ക്ലോസ് ചെയ്യാം. ഇൻവിട്ട കോമ ക്ലോസ് ചെയ്യാം. He said. ഇൻവിട്ട കോമയുടെ പുറത്ത് he said, SAID. അപ്പോ ഞാൻ കൂടി വായിക്കാം. ഗുഡ് ബൈ രാം, he said. അവൻ പറയാണ് രാം ഗുഡ് ബൈ, യാത്ര. ഓക്കെ.
പ്രിയ ജോസഫ് സംഗതി കറക്റ്റ് ആണ്. പക്ഷെ സെറ്റ് എന്നുള്ള സംഗതി മാറ്റായിരുന്നു. വേറൊരു വാക്കുണ്ട് ഇതിന് പറയുന്നത് ഉപയോഗിക്കുന്നത്. ആ സെറ്റ് എന്നുള്ളത് മാറ്റിയാൽ മതി. നമ്മൾ ഒരാളെ ആശംസിക്കുകയാണെങ്കിൽ വിഷ്ഡ് എന്ന് പറയും. ഒരു അത്ഭുതത്തോടു കൂടി പറയും എക്സ്ക്ലെയിംഡ് എന്ന് പറയും. അതുപോലെ യാത്ര പറയുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു വീടുണ്ട്. ഓക്കെ ബിഡ് പറഞ്ഞാൽ മതി. എന്റെ പാസ്റ്റ് ബിഡ്. ഓക്കെ, ശരിയാണ്. ആരതി കറക്റ്റ് ആണ്. BID ബിഡ്. ബിഡ് എന്ന് പറയാം കേട്ടോ, യാത്ര പറയുന്നത്. അപ്പൊ ഇതിന്റെ ആൻസർ എന്ത് വരും? ഹി ബിഡ് ഗുഡ് ബൈ ടു രാമ, അല്ലെങ്കിൽ രാം. ഹി ബിഡ് ഗുഡ് ബൈ ടു രാം. ഓക്കെ. അപ്പൊ ഇത് അങ്ങോട്ട് ജസ്റ്റ് അങ്ങോട്ട് പോക്കോട്ടെ. അപ്പൊ ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് പ്രസന്റ് കണ്ടിന്യൂസിന്റെ റിപ്പോർട്ട് സ്പീച്ചിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ ഇനി നമ്മൾ തമ്മിൽ ഒരു ക്ലാസ് കൂടി കാണും അല്ലേ? ടീച്ചർ പറഞ്ഞത് അടുത്ത വെള്ളിയാഴ്ച സ്റ്റോപ്പ് ചെയ്യാന്നാണ് പറഞ്ഞത്. അപ്പോ പിന്നെ എക്സാമിനേഷൻ കാണാം. യെസ്. അപ്പൊ അതിനു മുമ്പ് നമ്മൾ ഇതിന്റെ ഒന്ന് രണ്ട് കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. യെസ്. അപ്പൊ നമുക്ക് വരാം. അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് പ്രസന്റ് കണ്ടിന്യൂസിന്റെ പാസീവ് വോയിസിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി നമ്മൾ അടുത്ത ഒരു ടെൻസിലോട്ട് പോവുകയാണ്. ഇപ്പൊ സിമ്പിൾ പ്രസന്റിന്റെ പാസീവ് വോയിസ് റിപ്പോർട്ട് സ്പീച്ച് നമ്മൾ പറഞ്ഞു. ഏത് ടെൻസിലേക്ക് മാറ്റണം എന്ന് പറഞ്ഞു. സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ സിമ്പിൾ പാസ്റ്റിലേക്ക് മാറ്റണം. സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് മാറ്റണം. സിമ്പിൾ ഫ്യൂച്ചർ ആണെങ്കിൽ കണ്ടീഷണൽ ഫോമിലേക്ക് മാറ്റണം. പ്രസന്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ പാസ്റ്റ് കണ്ടിന്യൂസിലേക്ക് മാറ്റണം. ഇനി അടുത്തത് വേറൊരു രീതിയിലുള്ള വാചകം വരികയാണ്. ആ വാചകം വന്നു കഴിയുമ്പോൾ അതെങ്ങനെയാണ് മാറ്റേണ്ടത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ആ ഒരു വാചകം നമുക്ക് ആദ്യം ഒന്ന് എഴുതാം. എഴുതിയതിനു ശേഷം നമുക്ക് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. വാചകം ഇതാണ്, എഴുതിക്കോളും. He said. ഇനി ഇവിടെ കോമയിൽ എഴുതുക. She was eating her breakfast. She was eating her breakfast. ഇൻവെർട്ടഡ് കോമ ക്ലോസ് ചെയ്യും. ഓക്കെ, ഇനി അവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. നോക്കിയേ, he said, അവൻ പറയുകയാണ് she was eating her breakfast. അവളുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയായിരുന്നു. യെസ്. അപ്പൊ നമുക്കിവിടെ നോക്കാം. she was eating her breakfast എന്ന് പറയുമ്പോൾ ഏതാ ടെൻസ്? പാസ്റ്റ് കണ്ടിന്യൂസ്. പാസ്റ്റ് കണ്ടിന്യൂസ് ആണ് സന്ധ്യ. പാസ്റ്റ് കണ്ടിന്യൂസ്. പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറാ വരെ കേട്ടോ. ഓക്കെ, പ്രിയ കറക്റ്റ് ആണ്. പാസ്റ്റ് കണ്ടിന്യൂസ് ആണ്. ഓക്കെ, നോ പ്രോബ്ലം. അപ്പോ നമ്മൾ പറഞ്ഞത് പാസ്റ്റ് കണ്ടിന്യൂസ് ആണ്. ഓക്കെ, അങ്ങനെ കാരണം എങ്ങനെ മനസ്സിലായി പാസ്റ്റ് കണ്ടിന്യൂസ് ആണെന്ന്? സബ്ജക്റ്റ് പ്ലസ് വാസ് അല്ലെങ്കിൽ വേർ പ്ലസ് വെർബ് പ്ലസ് ing. ഇതാണ് പാസ്റ്റ് കണ്ടിന്യൂസിന്റെ സ്ട്രക്ചർ. അപ്പൊ സബ്ജക്റ്റ് ആയിട്ട് ഇവിടെ ഷീ ഉണ്ട്. വാസ് അല്ലെങ്കിൽ വേറിൽ വാസ് ഉണ്ട്. പിന്നെ വെർബ് ഈറ്റ് ആണ്, അതിന്റെ കൂടെ ing. നമുക്ക് പറയാൻ സാധിക്കും ഇത് എന്ത് ടെൻസ് ആണ്? പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. അങ്ങനെ തന്നിരിക്കുന്ന വാചകം പാസ്റ്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ ഗിവൺ സെന്റൻസ് ഈസ് പാസ്റ്റ് കണ്ടിന്യൂസ്. അതിന് ഏത് ടെൻസിലേക്ക് മാറ്റമെന്ന് പറയാൻ പറഞ്ഞെങ്കിലും പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണോ? ഒന്നുകൂടെ പറഞ്ഞേ. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണോ? വെരി ഗുഡ്, കറക്റ്റ് ആൻസർ ആണ്. യു ആർ റൈറ്റ്. വെരി ഗുഡ്. അതിനെ മാറ്റേണ്ടത് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലേക്കാണ്. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അപ്പൊ എന്താണ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിന്റെ സ്ട്രക്ചർ എന്നുള്ളത് നമ്മളൊന്ന് നോക്കണം. അതെന്താണത്? സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ing. സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് ബീൻ പ്ലസ്
വെർബ് പ്ലസ് ing ആണ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അപ്പൊ തന്നിരിക്കുന്ന വാചകം പാസ്റ്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലേക്ക് മാറ്റുക. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി പറയാം. ഇതുവരെ പറഞ്ഞത് ഇപ്പൊ 5 ടെൻസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞത് ഞാൻ ഒന്നുകൂടി ക്രോഡീകരിക്കുകയാണ്. തന്നിരിക്കുന്ന വാചകം സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ സിമ്പിൾ പാസ്റ്റിലേക്ക്, സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റിലേക്ക്, സിമ്പിൾ ഫ്യൂച്ചർ ആണെങ്കിൽ കണ്ടീഷണൽ ഫോമിലേക്ക്, പ്രസന്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ പാസ്റ്റ് കണ്ടിന്യൂസിലേക്ക്, പാസ്റ്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലേക്ക്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഓക്കെ, അപ്പൊ എന്താണ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്? സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ing. ഇതാണ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഇവിടെ ഈ സെന്റൻസ് എഴുതാം. He said that she had been eating her breakfast. She said that she had been eating their breakfast. Okay, സംശയം ഉണ്ടാകുമെങ്കിലും? യെസ്. ഓക്കെ, നമുക്ക് ഒരെണ്ണം അങ്ങനെ ചെയ്ത് നോക്കാം. അത് കഴിഞ്ഞതിന് ശേഷം മറ്റു കാര്യങ്ങളിലേക്ക് കിടക്കാം. They said. They said. They said. ഇവിടെ comment ചെയ്ത we were preparing PREPARING. We were preparing cake, CAKE, cake for Christmas celebration. For Christmas celebration. They said, ഇവിടെ കോമയില് we were preparing cake for Christmas celebration. Yes, എഴുതി. ഓക്കെ, നിശ്ചയ കറക്റ്റ് ആണ്. യെസ്, സന്ധ്യ കറക്റ്റ് ആണ്.
ഓക്കെ ആരതി കറക്റ്റ് ആണ്. ഓക്കെ, എല്ലാവരും കഴിഞ്ഞു വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ ആൻസർ ചെയ്തേക്കാൻ ശരിയാണ്. They said that they had been preparing cake for Christmas celebration. Okay, okay, okay. Very good, very good. Okay. ഞാൻ ഒന്നുകൂടി ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ചോദ്യങ്ങളുടെ ഉത്തരം നിങ്ങൾ പറയുന്നു. ആ ചോദ്യങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ചോദ്യങ്ങളുടെയും ഉത്തരത്തിന്റെ ഫസ്റ്റ് ലെറ്റർ യെസ് എന്ന് പറയുന്ന അക്ഷരത്തിൽ തുടങ്ങുന്നതാണ്. യെസ് യെസ് എന്ന് പറയുന്ന അക്ഷരത്തിൽ ആരംഭിക്കുന്ന ഉത്തരമാണ് വേണ്ടത്. അപ്പോ ഉത്തരം പറയുക. വെരി സിമ്പിൾ. ഓരോരുത്തര് അവരവരുടെ ആൻസർ പറയാം. നമുക്ക് ഗ്രൂപ്പ് ഒന്നും വേണ്ട. ഇനിയിപ്പോ നമുക്ക് ഒരാഴ്ചകളിലേ ഉള്ളൂ. യുവർ ആൻസർ നിങ്ങൾ പറയുക. ഓക്കെ, അപ്പൊ ഞാൻ ചോദ്യം ചോദിക്കുകയാണ്. ചോദ്യം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. എ dative mark, DIRTY, dative mark on something. A dative mark on something. സൈൻ ഒക്കെ പറഞ്ഞ സൈൻ ആണോ? SIGN എസ് സൈൻ SIGN സൈൻ ബോർഡ് അങ്ങനെ അതല്ല ഉദ്ദേശിച്ചത് കേട്ടോ. നമുക്ക് നോക്കത്. ആരതി പറഞ്ഞ ആൻസർ കറക്റ്റ് ആണ്. സ്റ്റെയിൻ, STAIN, സ്റ്റെയിൻ കേട്ടോ. അതാണ് ഐശ്വര്യ ഉദ്ദേശിച്ചത്. അല്ലല്ല, എന്റെ തെറ്റിപ്പോയി. ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. ഓക്കെ 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 ഓക്കെ. ആരതി പറഞ്ഞ ഉത്തരം കറക്റ്റ് ആണ്. ഓക്കെ ഓക്കെ, സ്റ്റെയിൻ. അത് എന്തിന്റെങ്കിലും സാധനത്തിന്റെ മുകളിലേ ഓക്കെ ഓക്കെ കറക്റ്റ്. ഒരു അടയാളമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ പറയുന്ന പേര് ഏതാണ്? യെസ്, സന്ദേശിപ്പു കറക്റ്റ്. എ ഡേറ്റീവ് മാർക്ക് ഓൺ സംതിങ്. ഡേറ്റീവ് മാർക്ക് മോശമായ ഒരു സംഗതി. ഓക്കെ, ദാറ്റ് ഈസ് കോൾഡ് കറ എന്ന് പറയുന്നത്. യെസ്. അടുത്തത് Ironman's, IRONMAN's, Ironman's industry is known as dash. Ironman's industry is known as dash. സ്റ്റീൽ ആണോ? സ്റ്റീൽ അല്ല, വേറൊരു പേരുണ്ട്. Ironman's industry is known as dash. സോൾജേഴ്സ് അല്ല, ആ വ്യവസായ സ്ഥാപനത്തിന്റെ പേര് പറയും. അവരുടെ പ്രോഡക്റ്റുകളൊക്കെ ഉണ്ട്, യുദ്ധമുഖത്തൊക്കെ അത് ഉപയോഗിക്കും. അപ്പൊ ആ കമ്പനിയുടെ പേരുണ്ടാവും. സ്റ്റീൽ അല്ലായിരുന്നു. അതിനെ ബേസ് ചെയ്തിട്ട് ഇംഗ്ലീഷ് സിനിമകളൊക്കെ ഉണ്ട്. യെസ്. അപ്പൊ അതിന്റെ ഉത്തരം ഞാൻ എടുക്കുകയാണ്. എന്റെ സ്കോർ ബോർഡുകൾ ഞാൻ ഓപ്പൺ ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പൊ അത് സ്റ്റാർക്ക് ഇൻഡസ്ട്രിയാണ്. STARK, സ്റ്റാർക്ക് ഇൻഡസ്ട്രി. യുദ്ധമുഖത്ത് ഉപയോഗിക്കുന്ന ഒരുപാട് സംഗതികൾ, അതെല്ലാം ഈ സ്റ്റാർക്ക് ഇൻഡസ്ട്രിയുടെ പ്രോഡക്റ്റുകളാണ്. അയൺമാൻസ്, കായികമായിട്ടുള്ള കഴിവുള്ള മനുഷ്യന്റെ വ്യവസായം എന്നറിയപ്പെടുന്നത് സ്റ്റാർക്ക് ഇൻഡസ്ട്രിയാണ്. STARK, സ്റ്റാർക്ക്. നെക്സ്റ്റ്, past tense of steel, STEIL, steel. Past Stole. tense of steel. സ്റ്റോൾ ആണോ?
സ്റ്റോൺ സ്റ്റോൺ. STOLE ICT ഒക്കെ പറഞ്ഞോട്ടെ. സ്റ്റോൺ ശരിയാണ്. STOLE കറക്റ്റ് ആൻസർ. Past tense of steel, stone. Next question. If you have a deep cut, 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 you need dash. If you have a deep cut, സ്റ്റിച്ച് ആണോ? സ്റ്റിച്ച് STICH. okay. Priya, if you have deep cut, നന്നായിട്ടൊരു മുറിവ് നിങ്ങൾക്കുണ്ടെങ്കിൽ, ആഴത്തിലൊരു മുറിവുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ എന്താ വേണ്ടത്? സ്റ്റിച്ച് ചെയ്യണം. യെസ്, മറ്റേനോട് ഉപയോഗിക്കുന്ന ഒരു ഐറ്റമാണ് സിസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഓക്കെ ഐശ്വര്യ, യുവർ ആൻസർ ഈസ് റൈറ്റ്. സ്റ്റിച്ച്. അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ആദ്യത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ ആദ്യം പറയുന്നത് ഐശ്വര്യയായി പോയി പറഞ്ഞത്. ഓക്കെ യെസ്. അപ്പൊ അടുത്ത ക്വസ്റ്റിലേക്ക് വരാം, അടുത്ത ചോദ്യത്തിലേക്ക് വരാം. Another word for idiotic. Another word for idiotic. IDIOTIC. Another word for idiots എന്നുള്ള മട്ടിലാണ്. സ്റ്റുപ്പിഡ് ആണോ? പുറത്തെ പറ. സ്റ്റുപ്പിഡ് ആണോ? STUPID. ഐശ്വര്യ ഒരു ആണോ എന്ന് ചോദിച്ചത്. സ്റ്റുപ്പിഡ് കറക്റ്റ് ആണ്. വെരി ഗുഡ്. Stupid is a correct answer. Another word for idiots or idiotic, stupid. Then അടുത്തത് a distinguishing, DIS അല്ല, distinguishing, disgusting, sorry, a disgusting, DISGUSTING, disgusting smell. A disgusting smell. A disgusting smell. എസ് തുടങ്ങുന്ന, നേരത്തെ സ്റ്റെയിൻ എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു വേർഡ്. യെസ്, അപ്പൊ അതും കമ്പനിക്ക് അടിക്കുകയാണ്. സ്റ്റിങ് ആണ്, STINK, സ്റ്റിങ്. ഒരു മോശമായിട്ടുള്ള ഒരു സ്മെല്ല്, അതിന് സ്റ്റിങ് എന്ന് പറയാം. STINK, സ്റ്റിങ്. യെസ്. നെക്സ്റ്റ്, ലൈറ്റനിങ്, thunder, 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 and rain. അപ്പൊ ഇതിനൊരു കോമ്പിനേഷൻ, അതിനെ പറയുന്നൊരു പേരുണ്ട്. Storm. Thunderstorm. സ്റ്റോം അല്ലേ? സന്ദേശ് ഷിബു ആൻസർ ഈസ് റൈറ്റ്. ശരിയാണ്, സ്റ്റോം. സ്റ്റോം എന്ന് പറയുമ്പോ ഇതെല്ലാം കൂടി വരും. ഇടിമിന്നലുണ്ടാവും, ഇടിമുഴക്കുണ്ടാവും, മഴയുണ്ടാവും. ഓക്കെ. അതാണ് സ്റ്റോമിന്റെ പ്രത്യേകത. കറക്റ്റ് ആൻസർ. അടുത്തത്, എ സ്റ്റോൺ ഓർ മെറ്റൽ ഫിഗർ. A stone or metal figure. A stone or metal figure, FIGURE. നിങ്ങൾക്കറിയാവുന്ന നോക്കണം. സിഗ്നൽ അല്ല, അല്ലെങ്കിൽ
വേറെ സംഗതി ഫിഗർ ആണ്. ഫിഗർ രൂപം. ശില്പിയാണോ? ശില്പി ശില്പി അത് ഉണ്ടാക്കുന്ന ആളാണ്. അല്ല, ഓക്കെ സോറി. ശില്പം അങ്ങനെയാ. ആ ശില്പം. ശില്പം. സ്റ്റാച്ചു. സ്റ്റാച്ചു. അപ്പോ ശില്പി എന്ന് പറഞ്ഞ ആരാണ്? അത് ഞാനാ പറഞ്ഞേ, ശില്പം. ശില്പം എന്ന് പറഞ്ഞ ശില്പി എന്ന് പറഞ്ഞു. അപ്പൊ ഒരു കാര്യം ചെയ്യാം, അതിന്റെ മലയാളമാണ് പറഞ്ഞത് സ്റ്റാച്ചു. അപ്പൊ ഐശ്വര്യക്കും മേഘക്കും കൂടി തരാം കേട്ടോ. ഐശ്വര്യക്കും തരാം, മേഘക്കും തരാം. താങ്ക് യു. പെട്ടെന്ന് പറഞ്ഞപ്പോ ശില്പിയായി, ശില്പം ഒന്നും വന്നില്ല. ശരി. ശില്പി ആർക്കിടെക്ട്. അയാൾ ഉണ്ടാക്കുന്ന എ സ്റ്റോൺ, കല്ലുകൊണ്ടുള്ള, ഓർ മെറ്റൽ കൊണ്ടുള്ള ഒരു രൂപം. അതിനെ പറയുന്ന പേര് സ്റ്റാച്ചു. ഓക്കെ. അടുത്തത് എ ബിഗ് പീസ് ഓഫ് cooked, COOKED, cooked meat. A big piece of cooked meat. സാൽമൺ. ഒക്കെ പറഞ്ഞ സന്ധ്യ. സാൽമൺ. അത് ഇതല്ല, ആ ഫുഡിന്റെ പേരാണ്. അതായത് ആ ഫുഡ് അങ്ങനെ ഉണ്ടാക്കി കഴിയുമ്പോൾ അതിന്റെ പേര് പറയും. അത് ഉണ്ടാക്കാൻ വേണ്ടി എ ബിഗ് പീസ് ഓഫ് കുക്ക്ഡ് ആണ്, COOKED, കുക്ക്ഡ് മീറ്റ്. മീറ്റ് ആണ്, MEAT, മീറ്റ്, മാംസം. ബിഗ് പീസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10-15 സെന്റിമീറ്റർ ഒക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. അത് അല്ലാതെ വലിയതൊന്നുമല്ല. ഒരു 15 സെന്റിമീറ്റർ. നിങ്ങളൊരു ചാലെടുത്ത് കഴിഞ്ഞാൽ അത്രയും നീളത്തിൽ അതിനേക്കാൾ കുറച്ചുകൂടിയൊക്കെ നീളത്തിലുണ്ടാവുള്ളൂ. മീറ്റാണ് ഉപയോഗിക്കുന്നത്. വളരെ സ്ലൈസ് ആയിട്ട് അരിയും. ഓക്കെ. ആരതിക്ക് അറിയാം, കറക്റ്റ് ആണ്. സ്റ്റേക്ക്. ഓക്കെ, സ്റ്റീക്ക് എന്നല്ല, സ്റ്റേക്ക്. വെരി ഗുഡ്. ഓക്കെ. STEAK, സ്റ്റേക്ക്. ഓക്കെ. ആരതി, യുവർ ആൻസർ ഈസ് റൈറ്റ്. കറക്റ്റ് ആൻസർ. റൈറ്റ്. ഇനി ഞാൻ പറയുന്ന വേർഡിന്റെ മറ്റൊരു വേർഡ് നിങ്ങൾ പറയണം. വേപ്പർ. വേപ്പർ. VAPOUR. വേപ്പർ. സ്റ്റീം. STEAM. സ്റ്റീം. സ്റ്റീം ഇസ് എ കറക്റ്റ് ആൻസർ. ഐശ്വര്യ, സ്റ്റീം. നമ്മൾ സ്റ്റീം കേക്ക് എന്ന് പറയാറില്ല. അത് സ്റ്റീം കേക്ക് എന്ന് പറഞ്ഞാല് പുട്ടുണ്ടാക്കുന്നതിനാണ് നമ്മൾ സ്റ്റീം കേക്ക് എന്ന് പറയാം കേട്ടോ. സ്റ്റീം കേക്ക്. യെസ്, ആവിയിൽ വേവുന്നത്. ഓക്കെ. സ്റ്റീം ബാത്ത് ആയുർവേദത്തിൽ ഉപയോഗിക്കുന്ന ഒരു ചികിത്സയാണ്. ഒരു പെട്ടിയുടെ ഉള്ളിലോട്ട് കയറ്റിയിട്ട് തല മാത്രം പെട്ടിയുടെ പുറത്ത് നിർത്തിയിട്ട് ഒരു പ്രത്യേക രീതിയിലൊരു പുകയൊക്കെ വന്ന് ശരീരത്തിന്റെ ഉള്ളിൽ ആ വേർപ്പിനെ എടുത്ത് പുറത്തേക്ക് വരുന്ന രീതി. ഓക്കെ. യെസ്, അതിനാണ് നമ്മളിത് പറയുന്നത് സ്റ്റീം എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ അവസാനമായിട്ട് ഏറ്റവും സില്ലി ആൻഡ് ഈസിയാണ് ചോദ്യം ചോദിച്ചിട്ട് അവസാനിപ്പിക്കുകയാണ്. A stopping place for trains or buses. A stopping station. Okay. Answer. Your answer is right answer. Correct ആണ്. സിമ്പിൾ ആണ്. ഓക്കെ. ഞാൻ ഇതൊക്കെ ചോദിക്കുന്നത് നിങ്ങൾക്ക് ചോദ്യങ്ങൾ കേൾക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ആരെങ്കിലും എന്തെങ്കിലും നമ്മളോട് പറഞ്ഞു കഴിയുമ്പോൾ നമുക്കത് ഉത്തരം പറയാൻ പറ്റും. ഇന്നതാണ് പറഞ്ഞത് എന്ന് നമുക്കറിയണ്ടേ. ഓക്കെ. അപ്പോ വെരി ഗുഡ് പെർഫോമൻസ്. 2 ചോദ്യങ്ങളുടെ ഉത്തരം ഞാനാണ് പറഞ്ഞത്. അത്ര കട്ടിയുള്ള വൈഡായതുകൊണ്ട് അത് പറയാൻ പറ്റാതെ പോയതാണ്. അപ്പൊ മേഘയ്ക്കും സന്ധ്യയ്ക്കും 1 പോയിന്റ് വീതം ലഭിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ബാക്കിയുള്ള ഒരെണ്ണത്തിനാണ് ആദ്യം ഉത്തരം പറഞ്ഞത്. ബാക്കിയുള്ള ഉത്തരം പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഒരെണ്ണത്തിനാണ് ആദ്യം ഉത്തരം പറഞ്ഞത്. ആരതി 2 എണ്ണത്തിന് ആദ്യം ഉത്തരം പറഞ്ഞിട്ടുണ്ട്. 2 എണ്ണത്തിന് ആദ്യം ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ളതിന് അത് കഴിഞ്ഞതിന് ശേഷവും പറഞ്ഞിട്ടുണ്ട്. ഇനി ഐശ്വര്യ 6 എണ്ണത്തിന് ആദ്യം ഉത്തരം പറഞ്ഞിട്ടുണ്ട്. 6 എണ്ണത്തിന് 6. ഓക്കെ. അപ്പോ കൂടുതൽ പോയിന്റ് കിട്ടിയവർക്കും കുറവ് പോയിന്റ് കിട്ടിയവർക്കും പോയിന്റ് ഒന്നും ലഭിക്കാത്തവർക്കും
ഉത്തരം അറിയാമായിരുന്നവർക്കും എല്ലാവർക്കും ഒരേപോലെ അഭിനന്ദനങ്ങൾ പറയുക. ഓക്കെ 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 ശരി. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ വീണ്ടും കടന്നു വരുന്നത് പാസ്റ്റ് കണ്ടിന്യൂസിലേക്കാണ്. പാസ്റ്റ് കണ്ടിന്യൂസില് നമ്മൾ പറഞ്ഞു സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ing പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലോട്ട് മാറ്റിയെഴുതണമെന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് അതിന്റെ തോന്നുന്നതുകൊണ്ട് ചെയ്യാം. യെസ്, അടുത്ത അങ്കിൾ സെറ്റ്, UNCLE, അങ്കിൾ സെറ്റ്. Uncle said, inverted comma, I was taking you, taking you to the exhibitions, EXHIBITIONS. Inverted comma close here. I will repeat the question. Uncle said, I was taking you to the exhibitions, EXHIBITIONS, exhibitions. Okay, very good. Okay, Shreya, very good. Okay, Sandhya, correct. Yes. Okay, Bini, correct. Okay, Jaya, correct. ജയിലൊക്കെ കണ്ടിട്ട് ഒരുപിടി നാളായല്ലോ. ലേറ്റ് ആയി കയറാൻ. യെസ്. അടുത്ത ക്വസ്റ്റ്യൻ. She said, inverted comma, you were observing, OBSERVING, observing me during the show. I will repeat the question. She said, you were observing me during the show. SHOW, show. You were observing me during the show. സാർ യു കഴിഞ്ഞിട്ട് എന്താ വേർന്നാണോ?
You were observing me during the show. SHOW. Okay, correct. During the show on SHOW. Okay, Priya, correct. Another had been the tomb or I know. Okay, Aradi, correct. Okay. No problem. Okay, Sandhya, correct. Okay, Jaya, correct. Yes. Another teacher said. Teacher said. I was explaining. Okay, Mega, correct. Teacher said. I was explaining. EXPLAINING. Explaining the lessons. LESSONS. Lessons to the students. 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 I will repeat the question. Teacher said, I was explaining the lessons to the students. I was students were Teacher said, I was explaining the lessons to students. Okay, Priya, correct. Okay, Aishwarya, correct. Okay, Jaya. Okay, Sandhya. Okay, Aradi. Correct. അപ്പൊ ഇപ്പൊ പറഞ്ഞത് ഉൾപ്പെടെ നമ്മള് 5 ടെൻസുകളാണ് നമ്മൾ പറഞ്ഞത്. ആ 5 ടെൻസുകളെ ഏതൊക്കെ രീതിയിൽ മാറ്റണം എന്നുള്ളത് ഞാൻ പറഞ്ഞു ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യേണ്ടത്. സിമ്പിൾ പ്രസന്റിന് സിമ്പിൾ പാസ്റ്റ് ആയും, സിമ്പിൾ പാസ്റ്റിന് പാസ്റ്റ് പെർഫെക്റ്റ് ആയും, സിമ്പിൾ ഫ്യൂച്ചറിന് കണ്ടീഷണൽ ഫോമായും, പ്രസന്റ് കണ്ടിന്യൂസിനെ പാസ്റ്റ് കണ്ടിന്യൂസ് ആയും, പാസ്റ്റ് കണ്ടിന്യൂസിനെ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആയും മാറ്റണം. ആരതി, കേൾക്കുന്നുണ്ട് സാർ. ഓക്കെ, ഇതൊന്ന് ഈ 5 എണ്ണം തിരിച്ചു പറയാമോ, ഏതൊക്കെ ഇങ്ങോട്ട് മാറ്റണം എന്നുള്ളത്? സിമ്പിൾ പ്രസന്റിന് ഇങ്ങോട്ട് മാറ്റണം, സിമ്പിൾ പാസ്റ്റിന് ഇങ്ങോട്ട് മാറ്റണം, അങ്ങനെ പറയാമോ? പ്രിയ ജോസ്, യെസ്, പറയാൻ പറ്റുമോ?
യെസ് പറഞ്ഞോളൂ. സിമ്പിൾ പ്രസന്റിനെ സിമ്പിൾ പാസ്റ്റിലേക്ക്, ഓക്കെ. സിമ്പിൾ പാസ്റ്റ് പ്രസന്റ് കണ്ടിന്യൂസിനെ അല്ല. ഓക്കെ, ഞാൻ ചോദിക്കാം. സിമ്പിൾ പാസ്റ്റിനെ പാസ്റ്റ് കണ്ടിന്യൂസ്. ഒന്നുകൂടി ആലോചിക്കും. സിമ്പിൾ പ്രസന്റിനെ സിമ്പിൾ പാസ്റ്റിലേക്ക്, സിമ്പിൾ പാസ്റ്റിനെ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഇല്ല. പാസ്റ്റ് പെർഫെക്റ്റ് സിമ്പിൾ പാസ്റ്റ് അല്ല. സിമ്പിൾ ഫ്യൂച്ചറിനെ കണ്ടീഷണൽ ഫോം ആയിട്ടും പ്രസന്റ് കണ്ടിന്യൂസിനെ പാസ്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് കണ്ടിന്യൂസിനെ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഓക്കെ, ഓക്കെ. ആരതി റെഡി ആയാ? ഓക്കെ, അപ്പൊ കുഴപ്പമില്ല. വി വിൽ മീറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, നിങ്ങളുടെ ഇന്നത്തെ പ്രകടനം മെച്ചമായിരുന്നു. വെരി ഗുഡ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ബൈ. താങ്ക് യു സർ. ഓക്കെ.